ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ആ തലത്തിൽ എത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു വ്ളോഗാണ്. ഇതിൻ്റെ വ്ളോഗ് എന്നൊന്നും പറയണ്ട, ഞാനിത് പാർട്ടായിട്ടാണ് ഇടുന്നത്. 2 പാർട്ടാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണേ. എൻ്റെ ഷോർട്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്പലം കാണിക്കാറുണ്ട്. അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് കേട്ടോ. അന്നദാനമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഈ വീട്ടിൽ ഊണ് ഫസ്റ്റാണ് കേട്ടോ. അതായത് സദ്യ. അത് നമ്മുടെ ഈ വീട്ടിലുള്ള കീഴ്വഴക്കങ്ങളിലൊന്നാണ്. രാവിലെ എണീറ്റുന്നപ്പോഴേക്കും ഇവിടെ അമ്മായിയമ്മയും ചേച്ചിയൊക്കെ അടുക്കളയിൽ നല്ല ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ചേട്ടന് ചായയൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം ചേട്ടൻ്റെ അടുത്ത് നിന്നു. ആൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇവിടെ പോകുന്ന വെച്ചാൽ അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. അവിടെ നിന്ന് പൊങ്കാല നടക്കുക. കുറച്ച് നേരം പുള്ളിക്കാരനോടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം നമ്മുടെ റോസയൊക്കെ ഉണ്ട്. നമ്മളന്ന് ശിവഗിരിയിൽ നിന്ന് വാങ്ങിച്ച റോസ ഇതുവരെ പൂത്തിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേജും പോറ്റുമടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ ഒക്കത്തില്ല കേട്ടോ. പിന്നെ വലിയൊരു ബോക്സും ഇരിപ്പുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ അടുക്കളയിൽ നിന്നപ്പോൾ സാമ്പാറും ദോശയൊക്കെ അടുപ്പത്തിരിപ്പുണ്ട്. സാമ്പാർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കഴുകുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്യാബേജൊക്കെ അരിഞ്ഞു. ഒക്കെ വെറും പ്രയാസം. എനിക്ക് ഈ അരിയിൽ പറക്കൽ പണിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ വേഗിപ്പിച്ചു. ചോറൊക്കെ തിളപ്പിച്ച് വെച്ചു. ഒരാളാണെങ്കിൽ ക്യാമറ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിടുമോ? അങ്ങനെ ഞാൻ അടുത്ത പണിയിലേക്ക് കടന്നു. ഇതാണ് പയർ പറ്റൽ. ഒരു വിധത്തിൽ എനിക്കറിയില്ല. അവസാനം മയമ്മ തന്നെ വീണ്ടും എൻ്റെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പറ്റാത്ത പണികൾ നമ്മൾ ചെയ്യണോ? വേണ്ട. ഓക്കെ, നമുക്ക് ഈ ദോശയൊക്കെ മതിയല്ലോ. അപ്പോഴത്തേക്കും തേങ്ങ തീർന്നു. അപ്പോഴത്തേക്കും ചേട്ടനെ വിളിച്ച് എടുത്ത് തേങ്ങ ഇങ്ങനെ പൊതിപ്പിച്ചു. ഇന്ന് ഡ്രസ്സ് മാറ്റി കളിക്കുകയാണ്. ചേട്ടൻ നേരത്തെ ഡ്രസ്സ് അങ്ങ് മാറ്റി കേട്ടോ. എന്നിട്ട് ഷർട്ടിട്ടുകൊണ്ട് പോയതേ. അടുക്കള നോക്കിയപ്പോൾ കുക്കർ ഇരുന്ന് പൊട്ടിത്തെറിക്കാറായിരിക്കുന്നു. എന്താ കാര്യം? പയറിനകത്തിട്ട് വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ കുളിച്ചോ നനച്ചോന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് വീഡിയോ ക്ലിപ്പ് അയച്ചു കേട്ടോ. ആ വീഡിയോസാണ് കേട്ടോ അത്. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായപ്പോൾ പാറു വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഇതിലായിട്ട് കാണിക്കാം.